തീർച്ചയായിട്ടും ഈ 100 സീറ്റെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കണക്കുകൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി 110 സീറ്റുകൾ പിടിക്കാമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം ആണ് എന്തായാലും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും അണികൾക്ക് കൊടുക്കുന്നത്, പ്രവർത്തകർക്കും കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം നിലവിൽ ഈ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മുസ്ലിം സമുദായത്തിനും CPM-നും ഇടയിൽ തുടരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കുന്ന അല്ലെങ്കിൽ നിലപാട് കൊണ്ട് തന്നെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു നേതാവായിട്ട് വെള്ളാപ്പള്ളി നമ്മൾ കണക്കാക്കേണ്ടി വരും. PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തുൾപ്പെടെ പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2006 നടന്നത്. VS അച്യുതാനന്ദൻ ഇടയ്ക്കിടെ മലപ്പുറം ജില്ലയെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ എൻട്രൻസ് വിഷയമൊക്കെ ഉണ്ടായല്ലോ, മലപ്പുറം ജില്ലയ്ക്കെതിരെ തുടരെ VS അച്യുതാനന്ദൻ ഇത് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഇപ്പോൾ ആ ബേസ് വോട്ടുകളിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് BJP ഈ പറയുന്ന പിന്നോക്ക വോട്ടുകളിലേക്കും ദലിത് വോട്ടുകളിൽ കാര്യമായി കടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വോട്ടുകളിലേക്ക് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ രൂപീകരണം മുതലുള്ള ഒരു അടിത്തറയാണ് അവരുടെ. ഒരുപക്ഷെ ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ടായിരിക്കും സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് അതിനുള്ള സാധ്യത നമുക്കുണ്ട്. പക്ഷേ അതും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന് കാര്യമായ റിസൾട്ട് ഉണ്ടായിട്ടില്ല. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോൺഗ്രസ് ഏത് രീതിയിലാണ് ഒരു 100 സീറ്റ് ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നതെന്നും എന്തൊക്കെയാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ തന്ത്രങ്ങളെന്നും എങ്ങനെയാണ് കോൺഗ്രസ് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ കടന്ന് CPM-ലേക്ക് ഭരണകക്ഷിയായ CPM-നെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. LDF-നെ കുറിച്ച് എങ്ങനെയാണ് CPM-ഉം LDF-ഉം മുന്നണി ഇടതു മുന്നണി മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്, ഇടതു മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, മാറിയ സാഹചര്യമുണ്ട്, പുതിയ ഡെവലപ്മെൻറ്റ്സിനുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇടതു മുന്നണി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇതിൻ്റെ ചർച്ചയുടെ തുടക്കമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടതു മുന്നണിയുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ്. ഇടതു മുന്നണിയുടെ കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം VD സതീശൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച 100 സീറ്റ് അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടെ കടന്ന് 110 സീറ്റ് എന്നുള്ള ലക്ഷ്യം ഇടതു മുന്നണിക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ മന്ത്രി റിയാസ് അടക്കമുള്ളവർ ആവർത്തിക്കുന്നു. ഈ ഒരു സാഹചര്യം മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ ഏകദേശം ഇതാണ് പറഞ്ഞതാണ്. പിണറായി വിജയൻ ഇതാണ് പറഞ്ഞത്, 110 സീറ്റ് നേടണം എന്നാണ്, ആ രീതിയിലാണ് അവതരിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് തോന്നുന്നത് ഒരു 2021 തെരഞ്ഞെടുപ്പ് ഒരു റഫറൻസ് ആയിട്ട് എടുത്തിട്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു പിണറായി സർക്കാരിനെതിരെ വലിയ ഒരു അനുകൂല തരംഗം, പിണറായി സർക്കാരിന് വേണ്ടി ഒരു അനുകൂല തരംഗം രൂപപ്പെട്ടൊരു സംസ്ഥാനത്ത് മൊത്തത്തിൽ അത്തരത്തിൽ ഇടത് തരംഗമുണ്ടായൊരു സമയമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഇടത് മുന്നണിക്ക് പ്രത്യേകിച്ച് വലിയൊരു കോൺഫിഡൻസ് കിട്ടിയ സമയമാണ്. ഈ ഒരു കണക്കുകളൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഇടതു മുന്നണി അവരുടെ തന്ത്രം മെനയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഭൂരിപക്ഷങ്ങളാണ് മിക്ക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു ഭൂരിപക്ഷം തന്നെ ഇടതുപക്ഷത്തിന് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ കോൺഫിഡൻസ് നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ മണ്ഡല പുനരൂപീകരണം നടന്ന ശേഷം ഏകദേശം 40ഓളം മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് ജയിക്കുന്ന രീതിയിൽ ഷോർ വിൻ സീറ്റുകളാവുന്ന രീതിയിലാണ് മണ്ഡലങ്ങൾ പുനർനിർണയിച്ചപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 40 മണ്ഡലങ്ങളിലെ വിജയം ഇടതുപക്ഷത്തിന് കിട്ടും, അല്ലെങ്കിൽ CPM-ന് കിട്ടും എന്ന് തന്നെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, അതേപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF-ൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 21 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഏറ്റവും മോശം സാഹചര്യത്തിൽ കോൺഗ്രസിന് കിട്ടിയത്. കാരണം അത്രയും വലിയൊരു തരംഗമുണ്ടായ സമയത്തും ഈ 21 സീറ്റുകൾ കോൺഗ്രസിനോടൊപ്പം നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനൊപ്പം 21 സീറ്റുകൾ നിലനിന്നിരുന്നു. CPM-ന് ഒരു 40 സീറ്റ്. ഈ മണ്ഡല ഞാൻ പൂർണ്ണമായിട്ടും സ്റ്റാറ്റിറ്റിക്കലാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു 40 സീറ്റും ഈ 21 സീറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു 19 സീറ്റുകളുടെ വ്യത്യാസം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മുന്നണികളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകൾ വെച്ചിട്ട് അനലൈസ് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്തൊക്കെ വലിയ വോട്ട് ഷെയർ കാര്യമായി മാറ്റം വന്നിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസും CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം CPM കണക്കാക്കി കൊണ്ടുപോകുന്നത് ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ 21 സീറ്റുകളിൽ നിന്ന് ഒരു 3 മടങ്ങെങ്കിലും 60 ആക്കിയാലാണ് CPM-ന് ശക്തമായ ഒരു പ്രതിരോധം അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പറ്റൂ എന്ന് CPM കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് CPM നേതൃത്വവും പ്രവർത്തകരുമൊക്കെ ആ രീതിയിലാണ് നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിട്ട് ഇതൊരു സ്വിഫ്റ്റ് വാക്ക്
എത്രത്തോളം എനിക്കറിയില്ല, ഇതൊരു അരിത്മാറ്റിക്കൽ സാധനമാണ്. നമുക്കൊരു കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു സ്വിഫ്റ്റ് വാക്ക് എന്നുള്ള രീതിയിൽ കാര്യമായ ക്ഷീണമില്ലാതെ കഴിഞ്ഞ വർഷത്തെ അത്രയും പ്രകടനങ്ങൾ ആവർത്തിക്കാൻ പറ്റിയില്ലെങ്കിലും കാര്യമായ വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് CPM ഉള്ളത്. അതെ 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 അതെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ 100 സീറ്റെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കണക്കുകൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി 110 സീറ്റുകൾ പിടിക്കാമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം ആണ് എന്തായാലും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും അണികൾക്ക് കൊടുക്കുന്നത്, പ്രവർത്തകർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് അവർ നീങ്ങാൻ പോകുന്നത്. അതായത് UDFനെ കവച്ചു വയ്ക്കുന്ന ഒരു ആത്മവിശ്വാസവും സന്നദ്ധതയും ഞങ്ങൾക്കുണ്ട് എന്നാണ് അവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങളായിരിക്കാം ഇനി ഒരുപക്ഷെ ആവിഷ്കരിക്കാൻ പോകുന്നത്. വീണ്ടും മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പ് പ്രശ്നമാണ്. അപ്പോൾ അധികാരം മൂന്നാം തവണയും പിടിച്ചേ മതിയാവൂ. അപ്പോൾ അതിനെന്തൊക്കെ തന്ത്രങ്ങളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ബിനോയ് പറഞ്ഞ ഈ കണക്ക് ഈ പറയുന്ന UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രം, ഇപ്പോൾ ഇത്തരമൊരു തന്ത്രം LDF അല്ലെങ്കിൽ CPM ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രശ്നം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി, ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടിയില്ലായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം UDFന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രൊജക്ഷൻ അനുസരിച്ച് UDFന് 80-82 സീറ്റുകളിൽ വരെ വിജയിക്കാം. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുള്ള വിജയം അതേപടി ആവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM അവർക്ക് ചില തിരിച്ചടികളുണ്ടായി. ഈ തിരിച്ചടികളെ മറികടന്നുകൊണ്ട് മാത്രമേ അടുത്ത തവണ അധികാരം പിടിക്കാൻ പറ്റൂ, വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തരം തന്ത്രങ്ങളാണ് അവരാവിഷ്കരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. CPM കരുതുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. CPM കരുതുന്നത് ഒരു 40 സീറ്റിനപ്പുറം ഒരു 45 സീറ്റുകൾ നേടാനായാൽ ബാക്കിയുള്ളത് കേരള കോൺഗ്രസ് CPIയും കേരള കോൺഗ്രസ് എമ്മും അടക്കമുള്ള ഘടക കക്ഷികൾ മുന്നണിയിലേക്ക് കൊണ്ടുവരും. വളരെ എളുപ്പമായിട്ട് പോകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 60 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു കടമ്പയാണ് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് എനിക്ക് തോന്നുന്നത് ഈ CPM ക്യാമ്പ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു നീക്കം കൂടെ 60 സീറ്റ് അല്ലെങ്കിൽ പോലും 50 സീറ്റിനപ്പുറം കോൺഗ്രസ് കടന്നാൽ മാത്രമാണ് UDFന് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. ലീഗിൻ്റെ നിലവിൽ 15 സീറ്റാണുള്ളത്. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ വർദ്ധിച്ചേക്കാം. അപ്പോൾ 65, പിന്നെ ഘടകകക്ഷികളും സ്വതന്ത്രന്മാരും എല്ലാം കൂടെ പിടിച്ചാൽ മാത്രമാണ് ഈ 71 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതായത് മിനിമം 50 സീറ്റെങ്കിലും പിടിക്കാൻ കോൺഗ്രസിന് മാത്രമായി കഴിഞ്ഞാൽ മാത്രമാണ് UDFന് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അതാണ് ഒരു ലീഗിൻ്റെ കാര്യം പറയുമ്പോഴേ, ലീഗ് എനിക്ക് തോന്നുന്നു 2011 അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്ന് പുറത്തെടുത്തത് 20 സീറ്റുകളായിരുന്നു. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് അത് കുറയുകയും ചെയ്തു. അപ്പോൾ ലീഗിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കണക്കാക്കിയാൽ പോലും ഈ അങ്ങ് പറഞ്ഞ ഒരു വാദത്തിന് പ്രസക്തിയുണ്ടല്ലേ. അവിടെ ഈ പറയുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭരണ കസേരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് വലിയൊരു ഹഡിൽ തന്നെ ചാടിക്കടക്കേണ്ടി വരും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എനിക്ക് തോന്നുന്നത് CPM കുറച്ചുകൂടെ പതിയെ അവധാനതയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. വളരെ തിടുക്കപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, തീരുമാനങ്ങൾ വരുന്നു, ക്യാമ്പുകൾ നടക്കുന്നു, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും CPM കുറച്ചുകൂടെ പതുക്കെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ CPMൻ്റെ ഉള്ളിലുള്ള ആശങ്ക കൊണ്ടുകൂടിയാണോ, അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ കാര്യമായ തയ്യാറെടുപ്പ് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് ഇത്തവണ. കാരണം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയം, അതിനെ മറികടക്കാൻ വലിയ ഒരു തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം അവർ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും LDFനെ നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടേം നിബന്ധനയിൽ ഇളവ് വരുത്താൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദമൊക്കെ വേണ്ടി വരും. അത് പാർട്ടി തീരുമാനിച്ചൊരു കാര്യമാണ്, 2 ടേമിൽ കൂടുതൽ മത്സരിക്കരുത് എന്നുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാൻ അവർക്കൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. ഒരു പക്ഷേ ഇത്തവണ അധികാരം പിടിക്കാൻ അത്തരം ഇളവുകൾ ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയാൽ അവർ വലിയൊരു നിര നേതാക്കന്മാരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ യുവാക്കളോടും സ്ത്രീകളോടൊപ്പം തന്നെ വലിയൊരു നിര പ്രഗത്ഭരായ നേതാക്കന്മാരെ കേരളം ഇതുവരെ കണ്ട് ശീലിച്ച മുഖം തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ശൈല ടീച്ചർ മത്സരിച്ചേക്കാം, തോമസ് ഐസക് വീണ്ടും രംഗത്ത് വന്നേക്കാം. എ കെ ബാലൻ ആ നിലയിലൊരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തെ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. തന്നെ അദ്ദേഹം അതെ, വിവാദപരമായ ചില പ്രസ്താവന പക്ഷേ ആ വിവാദത്തെ പിണറായി വിജയൻ പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നും കൂടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രഗത്ഭരായ മുൻ മന്ത്രിമാരായിരുന്നവരും പാർട്ടിയിൽ വളരെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളുമൊക്കെ ഒരു ലെയറിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ നേതാക്കന്മാരും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം UDF ഒക്കെ പറയുന്നത് പോലെ 50% യുവാക്കൾക്കും സ്ത്രീകൾക്കും കൊടുക്കും എന്നുള്ളത് ഒരു പക്ഷേ അങ്ങനെ തന്നെ ആണ് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള മാത്രം വോട്ടർമാരുടെ ഇതിലൊക്കെ തന്നെ യുവാക്കൾക്ക് വലിയ തോതിലുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. വോട്ടർമാരുടെ സംഖ്യയിലൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം തന്നെ പ്രാതിനിധ്യമുണ്ട്. പാർട്ടി ഇതിനിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 21 ചോദ്യാവലി കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണത്തിനും അഭിപ്രായ ശേഖരണത്തിനുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയായിരിക്കും ഇനി ഒരു പക്ഷേ CPM തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരുമല്ലോ. അതെ, അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനൊരു പാർട്ടി ജനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. കാരണം ഇവിടെ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമുള്ള ആളുകൾ നേരെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ല, മറിച്ച് ജനങ്ങളിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് എന്ന് അറിയുകയും അത് നേതൃത്വത്തെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ ചോദ്യാവലി കൊടുത്തുവിട്ടിരിക്കുന്നത്. അതൊരു തരത്തിൽ പാർട്ടിയെ വീണ്ടും സജീവമാക്കാൻ വേണ്ടി, പാർട്ടി പ്രവർത്തകരെ വീണ്ടും സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചില തിരുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ തിരുത്തലുകൾക്ക് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ വയ്യ. കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു 28% വോട്ട് ഉള്ള സംസ്ഥാനമാണ് കേരളം. ക്രിസ്ത്യൻ സമുദായത്തിന് 18% വോട്ടുണ്ട്. ഇത് മൊത്തം ഒരു 46% വോട്ട് സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംസ്ഥാനം കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് LDF ക്യാമ്പിൽ നിന്ന് അപ്പാടെ തങ്ങൾക്ക് കിട്ടിയെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസമുള്ളത്. അത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്കത് കാണാം. ന്യൂനപക്ഷത്തിൻ്റെ വലിയ പിന്തുണ കോൺഗ്രസിനൊപ്പം എത്തി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, കോൺഗ്രസ്സിന് ഇത്തരത്തിൽ അല്ലെങ്കിൽ UDF ക്യാമ്പിലേക്ക് ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ചേക്കേറുന്നു എന്നുള്ളൊരു കണക്ക് കൂട്ടൽ UDFനുണ്ട്. ഒരു പക്ഷേ CPM സംബന്ധിച്ചുള്ള അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ കൂടെ ആവാം അത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ലത്തീൻ കത്തോലിക്ക സഭ ഈ JB കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടയലേഖനങ്ങൾ ഇടവകളൊക്കെ വായിക്കുകയുണ്ടായി. അപ്പം ഇതൊക്കെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്നു എന്ന് കരുതേണ്ട ഒരു സാഹചര്യവും നമുക്ക് ഈ ഫലങ്ങൾ വരുമ്പോഴുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ അതുകൂടെ ഇതിൻ്റെ കൂടെ പോവേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2023 JB കോശി കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും CPM പൊടിതട്ടിയെടുക്കുകയാണ്. റിപ്പോർട്ടിലെ ശുപാർശകൾ എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂൾ അധ്യാപകർക്ക്, മദ്രസ അധ്യാപകരെ പോലെ തന്നെ വെൽഫെയർ ബോർഡ് രൂപീകരിക്കുന്ന, ഈ പരിവർത്തിത ക്രൈസ്തവർക്ക് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന, അതുപോലെ ഈ സംവരണങ്ങൾ കൊണ്ടുവരുന്ന ഒരു 6% സംവരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊണ്ടുവരുന്ന, അങ്ങനെ കുറച്ചധികം നിർദ്ദേശങ്ങളുള്ള ഒരു JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ഈ തീരദേശത്ത് ഒരു 19ഓളം മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ ഒരു നിർണായക, ലത്തീൻ സമുദായത്തിന് ഒരു നിർണായക, അതായത് ഞാൻ പറയുന്ന ഒരു വലിയ രീതിയിലുള്ള വോട്ട് ബാങ്ക് എന്നല്ല എങ്കിലും ജയിക്കുന്നത് ആരെന്ന് നിർണ്ണയിക്കാൻ ഒരു പാകത്തിന് ഉള്ളൊരു വോട്ട് ബാങ്ക് അത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഏകദേശം CPMന് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ ഹിന്ദു സമുദായങ്ങൾ തന്നെയാണ്. അത് ഈഴവ വോട്ടുകൾ, മറ്റ് പിന്നോക്ക സമുദായ വോട്ടുകൾ, ദലിത് വോട്ടുകൾ, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ബേസ്, അടിത്തറ അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടെ ചേരുമ്പോഴാണ് അവർക്ക് ജയത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഓളമുണ്ടാക്കിയാൽ ഈ ബേസ് വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് പരാജയമുണ്ടാകുന്നത്. ഇപ്പോൾ ആ ബേസ് വോട്ടുകളിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് BJP ഈ പറയുന്ന ഈഴവ പിന്നോക്ക വോട്ടുകളിലേക്കും ദലിത് വോട്ടുകളിൽ കാര്യമായി കടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഈഴവ വോട്ടുകളിലേക്ക് CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ രൂപീകരണം മുതലുള്ള ഒരു അടിത്തറയാണ്. അവരുടെ പ്രവർത്തന മേഖലകളിലെ വലിയൊരു അടിത്തറ വോട്ട് ബേസ് പിന്നോക്ക ഈഴവ വിഭാഗങ്ങൾ തന്നെയാണ്.
രണ്ടാമത്തെ വിഭാഗം അവരുടെ വോട്ട് ബാങ്കായി ഇപ്പോഴും വലിയ മാറ്റമില്ലാതെ തുടരുന്നത് ഈ പറയുന്ന ദലിത് വിഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പുകൾ ആവിഷ്കരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ഒരു ഘട്ടത്തിലും അനുകൂലമായി LDFിലേക്ക് പോയിട്ടില്ല. ഒരു പക്ഷേ 2006 തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിലൊരു അപവാദമായിട്ട് പറയാൻ കഴിയുന്നത്. അതായത് PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തുൾപ്പെടെ പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2006 നടന്നത്. അതിൻ്റേതായ സാഹചര്യങ്ങൾ അന്ന് PK കുഞ്ഞാലിക്കുട്ടിക്കും മറ്റൊക്കെ എതിരായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല VS അച്യുതാനന്ദൻ്റെ ഒരു തരംഗം 2006 തെരഞ്ഞെടുപ്പിലുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ 7 വോട്ടുകളുണ്ടായ നഷ്ടം നികത്താൻ BJPയിലേക്ക് കുറേ വോട്ടുകളെങ്കിലും പോയിട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ കാര്യമാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങൾ നടത്തിയതൊക്കെ അത്തരത്തിലുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. ഈ വോട്ടുകളെ ഉറപ്പിച്ചു നിർത്താനും ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഈ പിന്നോക്ക ഇഴവ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോഴും പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാകാത്തത് അതുകൊണ്ട് കൂടിയാണ്. പക്ഷേ അത് ഗുണമാണോ ദോഷമാണോ ചെയ്തതെന്നുള്ള പാർട്ടിക്കകത്ത് 2 അഭിപ്രായങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ ഇപ്പം ഈ പിണറായി സർക്കാർ ഒരു ധൃതി കാട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് റിപ്പോർട്ട് ഇതുവരെ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അതിലെ ശുപാർശകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് ഇപ്പോഴും വ്യക്തമായി അറിയില്ല. അത് പുറത്തുവിട്ടാൽ മാത്രമേ നമുക്കറിയാമല്ലോ. എന്തായാലും അത് ഈ ബിനോയ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങളിലെ സൺഡേ സ്കൂളുകളിലെ അധ്യാപകർക്ക് ഉൾപ്പെടെ ചില അവരുടെ വെൽഫെയർ ബോർഡ് ഉണ്ടാക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന വഴി അവർ ലക്ഷ്യമിടുന്നത് ഈ പ്രത്യേകമായും UDFൻ്റെ വളരെ നേരത്തെ പറഞ്ഞതുപോലെ UDFൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന പല ഘട്ടങ്ങളിലും ഈ തീരദേശ ക്രൈസ്തവ വോട്ടുകൾ UDFൻ്റെ എപ്പോഴും വലിയ മാറ്റങ്ങളില്ലാത്ത ഒരു ബേസായിട്ട് പലപ്പോഴും നിൽക്കുന്നത്. അതായത് ഈ കൊല്ലം മുതൽ ഈ കൊച്ചി വരെയുള്ള തീരദേശ വോട്ടുകളിലെ ലത്തീൻ സമുദായ വോട്ടുകൾ അത് ഒരുപക്ഷെ ആലപ്പുഴയിലൊക്കെയാണ് അത് വ്യത്യസ്തമായി LDFുമായി കുറച്ചെങ്കിലും ചേർന്ന് പോകുന്നത്. വ്യത്യസ്ത സമുദായങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന ലത്തീൻ സമുദായം മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ലത്തീൻ വിഭാഗങ്ങൾ UDFനോട് ചേർന്ന് പോകുന്ന ഇപ്പോൾ നമുക്ക് എറണാകുളത്തൊക്കെ ഈ റിസൾട്ട് നമുക്ക് നോക്കിയറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ക്ഷീണമില്ലാതെ പോയത് ഈ പറയുന്ന UDFന് വലിയ ക്ഷീണമില്ലാതെ പോയത് എറണാകുളം പോലുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ അത് കുറേ പ്രദേശങ്ങളിൽ ഇവരുടെ ഒരു വലിയ സ്വാധീനം മേഖലയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ മുനമ്പം പ്രശ്നം സർക്കാർ ഇടപെട്ട് പരിഹരിച്ചു എന്നുള്ളതിൻ്റെ തുടർച്ചയായി ഇവർക്ക് പുതിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രൈസ്തവ മേഖലയിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആവലാതികൾ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നത് JB കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് JB കമ്മീഷൻ റിപ്പോർട്ട് ലത്തീൻ സമുദായങ്ങളും അതുപോലെ തന്നെ നാടാർ വിഭാഗത്തെയും ചില ആനുകൂല്യങ്ങൾ നൽകുന്നതാണ്. അവർക്ക് ചില പ്രത്യേകമായ ചില പരിഗണന നൽകുന്നതാണ്. പരിവർത്തിത ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് പക്ഷേ JB കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ചില എതിർപ്പുകളും വന്നിട്ടുണ്ട്. അവരെ അവസാനത്തെ ആളുകളായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന നിലയ്ക്ക് ഞങ്ങൾ ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല. ഇപ്പം ഇവരെ ലത്തീൻ സമുദായത്തിൻ്റെയൊക്കെ സംവരണത്തിന് ചില പ്രാതിനിധ്യത്തിന് കുറച്ച് കൂടുതൽ കൊടുക്കാൻ ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ശ്രമിക്കുമ്പോൾ പരിവർത്തിത ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ദലിത് ക്രൈസ്തവരുടെ കാര്യത്തിൽ കാര്യമായൊരു വർധനയോ പരിഗണനയോ കിട്ടുന്നില്ല എന്നുള്ള പരാതി ചില സംഘടനകൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ആ ഒരു മേഖലയിലേക്ക് UDFനുമായി ചേർന്ന് പോകുന്ന ഒരു മേഖലയിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലാനും അവരുടെ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമമായിട്ടാണ് CPM ഈ വിഷയത്തെ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണുന്നത്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഈ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു പാലമായിട്ട് CPM കണക്കാക്കുന്നുണ്ട് തന്നെ വേണം കരുതാൻ. ഒരു വശത്ത് ലത്തീൻ കത്തോലിക്ക സഭ ഇടലേഖനം എഴുതുന്നു, മറ്റൊരു വശത്ത് ദീപികയിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ തുടർച്ചയായിട്ട് ലേഖനം എഴുതുന്നു, ഈ വിഷയം പൂഴ്ത്തി വയ്ക്കുന്നു, ഇത് മറച്ചു പിടിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ കുറച്ചുകൂടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നത്. ഈ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ഏതാണ്ട് തീരുമാനമായി, ഇത് പ്രാവർത്തികമാക്കാൻ ഏതാണ്ട് തീരുമാനമായതാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് അതൊന്ന് LDFൻ്റെ ഒരു പക്ഷേ ഒരു തുറപ്പുചീട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ JB കമ്മീഷൻ റിപ്പോർട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഇനിയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം വിഭാഗത്തെ എങ്ങനെയാണ് CPM അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബാന്ധവമൊക്കെ കൊണ്ട് തന്നെ
ഈ മുസ്ലിം വിഭാഗം വലിയൊരു പങ്ക് ഇടതുപക്ഷവുമായിട്ട് ഒരു അകൽച്ചയുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് CPM ഫേസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ CPMൻ്റെ ഒരു ടാക്ടിക്സ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള എനിക്ക് ഈ മറ്റു മുഖ്യമന്ത്രി ഇപ്പോൾ നായനാരായിക്കൊള്ളട്ടെ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ മുസ്ലിം മത അധ്യക്ഷന്മാരുമായി അല്ലെങ്കിൽ മത നേതൃത്വവുമായി കൃത്യമായിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കുന്നതിൽ പിണറായി വിജയന് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമസ്തയടക്കമുള്ള ആളുകളുമായി കൃത്യമായി സംസാരിക്കാൻ, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ലാത്ത രീതിയിൽ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായി പിണറായി വിജയൻ അടുത്തിടെ മാറിയിട്ടുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾ ഒന്നുകൂടെ വിളക്കി ചേർത്ത് കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം നിലവിൽ ഈ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മുസ്ലിം സമുദായത്തിനും CPMനും ഇടയിൽ തുടരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന, പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കുന്ന, അല്ലെങ്കിൽ നിലപാട് കൊണ്ട് തന്നെ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു നേതാവായിട്ട് വെള്ളാപ്പള്ളി നമ്മൾ കണക്കാക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, മുസ്ലിം മത നേതൃത്വവുമായി കൃത്യമായ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അതൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. പക്ഷേ കാരണം ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുഴുവൻ പ്രസ്താവനകൾ വലിയ തോതിൽ ചിലരുടെ കണക്കുകളനുസരിച്ച് 60-ലേറെ പ്രസ്താവനകളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ളത്, പലതരത്തിലുള്ള ഇതിന്. പക്ഷേ ഒരു ഘട്ടത്തിലും പാർട്ടി അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 30-ാം വാർഷികം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമുള്ള 30-ാം വാർഷികം ഔദ്യോഗികമായി ആണ് ചേർത്തലയിൽ ആഘോഷിച്ചത്. പിന്നീടുള്ള ചടങ്ങുകളിലൊക്കെ തന്നെ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമല്ല, ഇത്രയും പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെ നടത്തിയതിനു ശേഷവും വെള്ളാപ്പള്ളി നടേശൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ. അതെ, MV ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവനയോട് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം വെള്ളാപ്പള്ളി പ്രമുഖനായ ഒരു സാമുദായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും വർഗീയമല്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ മാസ്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തള്ളിപ്പറയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്രയും നാൾ കൊണ്ടു നടന്നിരുന്ന ഒരാളെ പെട്ടെന്ന് തള്ളിപ്പറയുമ്പോഴുള്ളൊരു പ്രശ്നം, വെള്ളാപ്പള്ളി നടേശൻ ഒരു രക്തസാക്ഷി പരിവേഷം എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ഈഴവ സമുദായത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതിന് ഇതാ CPMും എനിക്കെതിരെ വന്നിരിക്കുന്നു. അതിന് സമയം കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടായാലുള്ള പ്രശ്നം അവിടെ അത് BJP എൻകാഷ് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി പറയുന്ന എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് BJP, അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തള്ളിപ്പറഞ്ഞാൽ ഒരു പക്ഷേ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണോ, അത് ന്യൂനപക്ഷ വോട്ടുകൾ ഇനി എന്തുമാത്രം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഹിന്ദു പിന്നോക്ക ഈ പറയുന്ന അവരുടെ ബേസ് വോട്ടുകളിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ AK ബാലൻ ഒരു അബദ്ധം പറ്റിയെന്നുള്ള മട്ടിലാണ് മാറാട് ഓർമ്മപ്പെടുത്തിയത്. പല CPM നേതാക്കന്മാരിപ്പോൾ LDFൻ്റെ കൺവീനർ അതിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നു, മറ്റ് പലരും അതിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നു. ആ സമയത്താണ് പറഞ്ഞത് എന്നുള്ള നിലയ്ക്കൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. MV ഗോവിന്ദനും ഏതാണ്ട് ആ നിലയ്ക്കാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷേ പിണറായി വിജയൻ നേരെ തിരിച്ചാണ് പറഞ്ഞത്. മാറാടിനെക്കുറിച്ചുള്ള അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്, ഈ കാലത്ത് വർഗീയ കലാപങ്ങളൊന്നും ഞങ്ങളുടെ കാലത്ത് നടന്നിട്ടില്ല, മറിച്ച് ആ കാലത്ത് നടന്ന UDFൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച്, കേരളം വലിയ തോതിൽ മുറിവേറ്റ ഒരു കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മാറാട് കലാപത്തെക്കുറിച്ച് വീണ്ടും ആ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ എന്താണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാനാണോ, അതോ ഹിന്ദു വോട്ടുകൾ വീണ്ടും സമാഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മളൊരു ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഇവിടെ ഇതിലേക്ക് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് 1987 ശരീഅത്ത് വിഷയം വലിയ ഒരു വിവാദമായി അല്ലെങ്കിൽ ഒരു ചർച്ചയായി ഉയർന്നു വന്ന സമയത്ത് CPM നിലയുറപ്പിച്ചത് അതിനെതിരെയായിരുന്നു. എനിക്ക് തോന്നുന്നു മുസ്ലിം വിഭാഗത്തിൽ വലിയൊരു വിഭാഗത്തിന് CPMുമായിട്ടൊരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടാക്കാൻ അന്നും അത് ഇടയായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വികാരത്തെ തള്ളിക്കൊണ്ട് CPM രംഗത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ സദ്ദാം ഹുസൈൻ്റെ വിഷയം വന്നപ്പോൾ CPM നേരെ ഇത് മാറ്റി. CPM സദ്ദാം ഹുസൈനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു, പ്രതിഷേധ പരിപാടികൾ നേതൃത്വം കൊടുക്കുന്നു. പതിയെ ഈ അകന്നുപോയ മുസ്ലിം വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നു. ഇത് CPM ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ 2006 മുതൽ 2011 വരെ അധികാരത്തിലിരുന്ന VS അച്യുതാനന്ദൻ്റെ സർക്കാർ, VS അച്യുതാനന്ദൻ ഇടയ്ക്കിടെ മലപ്പുറം ജില്ലയെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേ എൻട്രൻസ് വിഷയമൊക്കെ ഉണ്ടായല്ലോ, മലപ്പുറം ജില്ലയ്ക്കെതിരെ തുടരെ VS അച്യുതാനന്ദൻ
ഇത് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. 2011 ഒരു പക്ഷേ ആ പ്രസ്താവനകൾക്കൊക്കെ VS അച്യുതാനന്ദൻ സർക്കാരിന് ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് വേണം കൂടെ നമുക്ക് കാണാം. കാരണം നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണല്ലോ ഈ 2011 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ തരാതരത്തിന് മുസ്ലിം സമുദായത്തെ അകറ്റിയും അടുത്തും നിർത്തിയിട്ടുള്ള തന്ത്രം, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം CPM പ്രയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ വേണ്ട കാര്യം. CPM പ്രയോഗിക്കുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അന്ന് അവരത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു സെക്യുലർ, ഞങ്ങൾക്ക് വർഗീയവാദികളുടെ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ശരീഅത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് അന്ന് സ്വീകരിക്കുന്നത്. അന്ന് മുസ്ലിം ലീഗ് വളരെ തെരുവിലിറങ്ങിക്കൊണ്ട് തന്നെ EMSനെതിരെ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുദ്രാവാക്യങ്ങളൊന്നും ഇനിയിപ്പോൾ പറയുന്നത് ശരിയല്ല. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഇതുണ്ടായിരുന്നു. തീർത്തും പ്രകോപനപരമായ മുദ്രാവാക്യം. അത് വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ അകറ്റി എന്നുള്ള വസ്തുതയാണ്. അത് ലീഗിന് കുറച്ചുകൂടെ ഒരു പ്രോമിനൻസ് കിട്ടിയൊരു സംഭവമാണ്. പക്ഷേ പിന്നീട് ബാബറി മസ്ജിദ് സംഭവത്തെ തുടർന്ന് ഉള്ള പിളർപ്പുകളാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ LDFന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. നേരത്തെ അഖിലേന്ത്യാ ലീഗ് എങ്ങനെ ഉണ്ടായോ അതുപോലെ ഒരു സാഹചര്യം മുസ്ലിം ലീഗിനകത്തൊരു പിളർപ്പ് രൂപപ്പെടുകയും സുലൈമാൻ സേട്ടിൻ്റെയും ബനാത്ത് വാലയുടെയും നേതൃത്വത്തിൽ INL ഉണ്ടാകുന്നു ഒരു വശത്ത്, മറുവശത്ത് PDP രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ ലീഗിനൊരു ക്ഷീണം സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മറികടന്നിട്ടുണ്ട്. ഒരു പക്ഷേ മുസ്ലിം വോട്ടുകളുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട പോലെ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ, അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. മുസ്ലിം വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനമെങ്കിലും LDFന് അനുകൂലമാക്കിയാൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ലോക്സഭാ 2021 തെരഞ്ഞെടുപ്പുകളിൽ LDFന് അനുകൂലമായ ഘടകങ്ങളായി മാറിയത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു നിശ്ചിതമായൊരു ശതമാനം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു. അന്ന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ CAA വിരുദ്ധ സമരം പോലുള്ള വിഷയങ്ങൾ, പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, അങ്ങനെ പലതരത്തിൽ ഇപ്പം BJP സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ അന്ന് ഇടതുപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞു. അങ്ങനെ തങ്ങളുടെ രക്ഷയ്ക്ക് LDF ആണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ളൊരു തോന്നൽ അന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ ആ സാഹചര്യത്തിലൊരു മാറ്റമുണ്ടായി. ഇനി ഇത് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക എന്നുള്ളതൊരു അവർ അഭിമുഖീകരിക്കാൻ പോകുന്നത്, അതിനുള്ളൊരു തന്ത്രം എന്തായിരിക്കുമെന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് അതിനെ നേരെ. പക്ഷേ അവരിപ്പോഴും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മാറാട് പോലുള്ള വിഷയങ്ങൾ വീണ്ടും എടുത്തത് വഴി അവരൊരു തിരിച്ചുപോക്കിന് തയ്യാറാണോ എന്നുള്ളത് സംശയമാണ് യഥാർത്ഥത്തിലുണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനെ ഒക്കെ മറികടക്കുന്ന ചില തന്ത്രങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞൊരു ടാക്ടിക്സ് ഉണ്ടല്ലോ, അതായത് മുസ്ലിം സമുദായം CPMൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം ഈ 2011 VS അച്യുതാനന്ദൻ ഇത്തരത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ തുടരെയുള്ള പ്രസ്താവനകൾ CPMനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലൊക്കെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം CPMൽ നമ്മൾ കാണുകയുണ്ടായി. അത് ഏത് തരത്തിലാണ് എന്ന് നമുക്ക് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. എങ്കിലും ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ CPM ഒരു മെജോറിറ്റി വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ വോട്ടുകളുടെയൊക്കെ കൺസോൾട്ടേഷനൊക്കെ കൊണ്ട് പക്ഷേ ഒരു മുസ്ലിം വോട്ടുകളുടെ ആ ഒരു കൺസോൾട്ടേഷനെ ഡിഫെൻഡ് ചെയ്യാനും മാത്രമല്ല പറ്റാവുന്ന, അതായത് ഒരു സമരസപ്പെടുന്ന വോട്ടുകൾ കൃത്യമായി സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു തുടർഭരണം ഉറപ്പാക്കാനൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ടാക്ടിക്സ് തയ്യാറാക്കാൻ നമുക്ക് പറയേണ്ടി വരും. ഇതോടൊപ്പം തന്നെ നമുക്ക് സർക്കാർ അത് ആ നിലയ്ക്കല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം വോട്ടുകൾ ഏകദേശം കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പം വരെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ അതിനകത്തൊരു പിളർപ്പുണ്ടാക്കി കുറേ വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു ക്യാമ്പയിൻ. ജമാഅത്തെ ഇസ്ലാമി ശരിക്കും CPMനെ സംബന്ധിച്ചിടത്തോളം പുലിവാലായി. അതെ, ഞാൻ പറഞ്ഞത് അവർക്ക് അനുകൂലമായൊരു ഇതല്ല ഉണ്ടായത്. അത് നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്ത് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് പറയണ്ട. എന്തായാലും അതിനെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ള കാര്യം അറിയില്ല, വ്യക്തമല്ല, ഇപ്പോഴും വ്യക്തമായി അവരുടെ ആ നിലയ്ക്കുള്ള തന്ത്രങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അതൊരു വെല്ലുവിളി തന്നെയാണ്. മുസ്ലിം വോട്ടുകളിൽ ഒരു ശതമാനമെങ്കിലും കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അധികാരം പിടിക്കുക എന്നുള്ള ബുദ്ധിമുട്ട്. അതെന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്ന സമീപനം നമുക്കറിയില്ല. അതേസമയം തന്നെ മറ്റ് ഇതര മേഖലകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായി സ്ഥാനാർത്ഥി നിർണയത്തെ തന്നെ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യുവാക്കളുടെ അണിനിരത്തുക, പഴയ ആളുകളെ കൊണ്ടുവരിക, ഇത്തരം ചില തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു. കുറച്ചുകൂടി ജനസമ്മതിയുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ ഈ യുവാക്കൾ, കേരളത്തിലെ വോട്ടർമാരിലൊരു വലിയ വിഭാഗം യുവാക്കളുണ്ട്. ഈ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക,
അതുപോലെ തന്നെ ഇപ്പം തുടങ്ങി വച്ചിരിക്കുന്ന ചില ക്ഷേമപ്രവർത്തനങ്ങളുടെ ചില ജനുവരി 29 അവർ ബജറ്റ് അവതരിപ്പിക്കുമാണ്. സംസ്ഥാന ബജറ്റ്, സമ്പൂർണ്ണമായ ബജറ്റാണ് അവതരിപ്പിക്കാനിരിക്കുന്നത്. ഈ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 2 കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. 2-3 കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. ഒന്ന്, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു. 400 രൂപയോളം വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി ഉയർത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വാഗ്ദാനം 2500 രൂപയാക്കി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു. ഒരു പക്ഷേ ആ വരുന്ന ബജറ്റിൽ 2500 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, അതെ, ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അല്ല, ഒരു ഫുൾ ബജറ്റാണ്. അപ്പോൾ അതിനുള്ള സാധ്യത നിലവിലുണ്ട്. മറ്റൊന്ന്, ഈ ആശാ വർക്കർ സമരം അവരുടെ സംഖ്യ കുറവായിരുന്നതിന് പരാജയപ്പെടുത്താൻ പലതരത്തിൽ ശ്രമിച്ചുവെങ്കിൽ പോലും അവരുടെ ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും വേതനത്തിൽ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഉള്ള തീരുമാനം എടുക്കേണ്ടി വന്നു. ഒരു പക്ഷേ അവരുടെയും ഈ പറയുന്ന ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയ അസംഘടിത മേഖലയിലുള്ള ആളുകളുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊന്ന്, ഇപ്പം ചെയ്തിരിക്കുന്ന ഈ യുവാക്കൾക്ക്, തൊഴിൽരഹിതരായ യുവാക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ കിട്ടുന്നത് വരെ അവർക്ക് 1000 രൂപ കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം നിലവിലുണ്ട്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് 1000 രൂപ എത്തിച്ചു കൊടുക്കാമെന്നുള്ള കാര്യമുണ്ട്. ഇതിന് അഡീഷണലായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന സാമൂഹിക ക്ഷേമ മേഖലയിൽ, വെൽഫെയർ എന്ന് പറയുന്ന ആ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ളത് ഈ ജനുവരി 29 ബജറ്റോടുകൂടി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ചില തന്ത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അവർ വലിയ തോതിൽ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ കൊണ്ട് ഈ സർക്കാർ വിരുദ്ധ വികാരത്തെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ഇനിയും ഉറപ്പായിട്ടില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും അതിനൊരു ലിറ്റ്മസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ഈ ക്ഷേമ പദ്ധതികൾ കൊണ്ടായിരിക്കും സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് അതിനുള്ള സാധ്യത നമുക്കുണ്ട്. പക്ഷേ അതും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന് കാര്യമായ റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. 2 കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ. ഒന്ന്, കേരളത്തിൻ്റെ വികസനത്തെ മുന്നോട്ടെടുക്കുന്ന ഒരു സർക്കാരാണ് തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൽ ഈ സിൽവർ ലൈൻ പോലുള്ള ഒരു പദ്ധതി അതിൽ നടപ്പാക്കാൻ കഴിയാത്തതൊരു വലിയ ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് ആ വികസന പ്രശ്നങ്ങളിൽ. അപ്പോൾ രണ്ടാമത്തെ, സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ തുടക്കം മുതൽ ഞങ്ങളങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രചരിപ്പിക്കപ്പെട്ടേക്കാം. അത്തരം പുതിയ ചില സ്റ്റെപ്സ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാകുന്നതോടുകൂടി പ്രചരിപ്പിക്കപ്പെട്ടേക്കാം. മറ്റെന്ത് തന്ത്രങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതാണ് വളരെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ അറിയാൻ പോകുന്നൊരു സംഗതി അതാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൻ്റെ അത്രയും എളുപ്പത്തിൽ അല്ല CPM മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ചിന്തിച്ച് സമയമെടുത്ത് അവധാനതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ടാക്ടിക്സ് CPM തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണം CPMന് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇതെന്താണെന്ന് അറിഞ്ഞ ശേഷമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ നിമിഷം വരെ CPM ചെയ്തിട്ടുള്ള കുറച്ച് നടപടികളാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിനൊരു പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാവണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടെന്ന്. പാർട്ടിയെ കുറേ കൂടെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കീഴ്ത്തട്ടിൽ വലിയ കോൺഗ്രസ്സിന് ഇല്ലാത്തതും CPMന് ഉള്ളതുമായ ഒരു ഘടകം അതാണ്, ശക്തമായ ഒരു പാർട്ടി ചട്ടക്കൂട്. അത് എത്രത്തോളം ശക്തമാണ്, ഉള്ളിൽ എത്രത്തോളം ബലമുണ്ട്, ഏത് തരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഏറ്റവും ശക്തമായ സംഘടനാ ബലമുള്ള അടിത്തട്ട് മുതൽ സംഘടനയുള്ള ഒരു പാർട്ടി CPM ആണ്. അതുപോലെ തന്നെ CPI ഇടതുപക്ഷ പാർട്ടികളാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ കുറച്ചുകൂടെ സജീവമാക്കി എടുക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്കിപ്പം ജനങ്ങളിലേക്ക് പോയി ജനങ്ങളുടെ വികാരം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ നിലയിൽ കോൺഗ്രസിനേക്കാളും വളരെ മെച്ചപ്പെട്ട സംഘടനാ ബലം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജനങ്ങളുമായിട്ടുള്ള ആ സംഘടനാ ബലം എന്ന നിലയ്ക്ക്, സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് വളരെ ശക്തമാണ് ഇടതുപക്ഷ CPMൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ സംഘടന എന്ന് പറയുന്നത്. ഈ CPMനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോഴേ CPIയും കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള വിഭാഗങ്ങളെ, സുപ്രധാന ഘടകകക്ഷികളെ കൂടെ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവരുടെയൊക്കെ ഒരു പ്രകടനം ഈ മുന്നണിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ പ്രാവശ്യവും ഇടതുപക്ഷ മുന്നണി, പുതിയ പാർട്ടികളാരും LDFലേക്ക് വരാനുള്ള സാധ്യതകളെ കുറിച്ച് മുന്നണിയുടെ ഈ പ്രാവശ്യത്തെ മറിച്ച് UDFലേക്ക് LDFിലുള്ള ഏതെങ്കിലും പാർട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഫ്രാക്ഷനുകൾ പോകുന്ന കാര്യം മാത്രമാണ് ചർച്ചയിലുള്ളത്. LDFിലേക്ക് ആരെങ്കിലും വരുമെന്നുള്ള കാര്യം ഒരു ചർച്ചയായി നിലനിൽക്കുന്നില്ല. ഈ RJDയും ജനതാദൾ എസും തമ്മിൽ അവർ മിക്കവാറും ഒന്നിക്കണമെന്നുള്ളൊരു ആവശ്യം
CPM ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് 7 സീറ്റ് ഒന്നിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഫ്രാക്ഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പുറത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവർത്തിച്ച് ഇടത് ക്യാമ്പിൽ തന്നെ തുടരുമെന്ന് വ്യക്തമാക്കുന്നതിനിടയിലും കോൺഗ്രസ് നേതൃത്വം ഒരു സസ്പെൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അതെ, ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തങ്ങളിലേക്ക് പാർട്ടിയെ മുഴുവനായി കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിലും ഈ രണ്ട് പാർട്ടികളിലെയും ഒരു വിഭാഗത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് പുലർത്തുന്നുണ്ട്. അവരെ നിലനിർത്തുക എന്നുള്ളത്, ഇവർ പോകാതെ നിലനിർത്തുക എന്നുള്ളത് CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇത് പറയുമ്പോൾ ഈ RJDയുടെ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിൽ ഏകദേശം 11ഓളം ജില്ലാ അധ്യക്ഷന്മാർ LDF വിടണമെന്ന അഭിപ്രായം ഉന്നയിച്ചതായാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. LDF വിടണമെന്നും UDFുമായി സഖ്യമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടെ മുന്നണിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ RJDക്ക് കൊടുത്തിരുന്ന സീറ്റുകൾ, RJD നിലവിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റുകൾ പലതും CPMന് കാര്യമായ ഒരു വോട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള പ്രസക്തിയാണ് അതിനുള്ളത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു മുന്നണിയിൽ നിന്നൊരു ചെറിയ പാർട്ടി പോയാൽ പോലും അതിൻ്റേതായ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ PV അൻവർ വിട്ടുപോയപ്പോൾ തന്നെ വലിയ ക്ഷീണം അതിനുണ്ടായിട്ടുണ്ട്. അത് വലിയ ക്ഷീണമാണോ എന്ന് ചോദിച്ചാൽ വലിയ ക്ഷീണമൊന്നുമല്ല, പക്ഷേ ഒരാൾ പോയി, അപ്പോൾ അതൊരു ക്ഷീണമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും വിട്ടുപോയാൽ അതൊരു പ്രശ്നമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോകുന്നതൊരു ക്ഷീണമുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതെ ഇവരെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നുള്ളത് അവരുടെ മുന്നിലുള്ള ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. എന്താണെങ്കിലും 110 സീറ്റ് എന്ന് പറയുന്ന വലിയ ലക്ഷ്യമാണ് പിണറായി വിജയൻ പാർട്ടിക്കും മുന്നണിക്കും മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ 110 സീറ്റിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഇനിയും കുറേ കാര്യങ്ങൾ കൂടെ ഇതിലേക്ക് എത്തുന്ന എങ്ങനെയാണ് CPM ഇതിനെ കാണുന്നത് എന്നുള്ള അടക്കമുള്ള കുറേ കാര്യങ്ങൾ ഇനി വ്യക്തമാവേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിനുള്ള മാന്ത്രിക വിദ്യ അവരുടെ പാർട്ടി ഉണ്ടെന്ന് നമുക്ക് ഇനിയും നമ്മളിതിൽ മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.